വെൽക്കം ടു ഡേ 2. ഇതാണ് എൻ്റെ ഫസ്റ്റ് മീൽ. ഞാനൊരു 4 ഇഡ്ഡലിയും 2 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചിക്കനും എടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് മീൽ. ഇത് ഞാൻ കഴിക്കുന്നത് കുറച്ച് ലേറ്റായിട്ടാണ്. ഇതെൻ്റെ സെക്കൻഡ് മീലാണ്. ഞാൻ കുറച്ച് റൈസും 2 എഗ്ഗും പിന്നെ കുറച്ച് ചിക്കനും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പം ഇത് കഴിച്ചിട്ട് ഞാൻ നേരെ ജിമ്മിൽ പോവുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എൻ്റെ വർക്കൗട്ട് എന്ന് പറയുന്നത് രാത്രിയിലായിരിക്കും, ഒരു 8 മണി 8:30-ക്കൊക്കെ. അപ്പം ഇറങ്ങിയിട്ട് ഞാൻ വിചാരിച്ചിന്ന് ഈ ബൈക്കിൽ പോകാമെന്ന് വിചാരിച്ചു. ബുള്ളറ്റ് എടുത്തില്ല, കാര്യം അതിനകത്ത് പെട്രോൾ ഒട്ടുമില്ലായിരുന്നു. പിന്നെ പോകുന്ന വഴിക്കാണ് ഞാൻ ഇതുപോലെ പള്ളിയിൽ നിന്ന് ഒരു റാസ കണ്ടത്. തെറ്റ് പറയലല്ലോ, അത്യാവശ്യം കാണാൻ കൊള്ളാൻ നല്ല വെമ്പിളാറുണ്ടായിരുന്നു. പിന്നെ ഒരു അരമണിക്കൂർ അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ ഒരു 8-8:30 ആയപ്പോഴത്തേക്കും ഞാൻ ജിമ്മിലെത്തിയപ്പോൾ പതിപോലെ ആദ്യം കണ്ട അഭിലാഷിനെ തന്നെ ആയിരുന്നു. അഭിലാഷ് ഇന്ന് ബെഞ്ചാണ്, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വേറെ ഒരുത്തനോടെ വാഗ് കയറി പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, പെമ്പിളാരെ നോക്കിക്കൊണ്ട്. ഇവനെ ഞാൻ എൻ്റെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടില്ലായിരുന്നു. ഇതാണ് ഗോകുൽ. ഇവനാണ് എൻ്റെ കൂടെ കോമ്പറ്റീഷനെല്ലാം വന്നിട്ട് വീഡിയോയിൽ എടുക്കുന്നത്. ഇവനാണ് എൻ്റെ ഒഫീഷ്യൽ വീഡിയോഗ്രാഫർ. അങ്ങനെ ഞാൻ വാമപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ബെഞ്ചാണ്, അപ്പോൾ ഞാൻ ഇന്ന് വളരെ ലൈറ്റായിട്ട് ചെയ്യാനാണ് പ്ലാൻ. ആദ്യം ഒന്ന് വാമപ്പ് ചെയ്തു. പിന്നെ പ്രിയഞ്ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ വേറെ അകത്തോട്ട് തള്ളിപ്പിടിച്ച്. ഞാൻ ഇവിടെ വരുമ്പോൾ പുള്ളി 6 പാക്കൊക്കെ ആയിരുന്നു. ഞാൻ വരുമ്പോൾ നല്ല രീതിയിൽ വെയിറ്റൊക്കെ ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ചോദിക്കുമ്പം ഞാൻ വെയിറ്റ് ലിഫ്റ്റിങ് പവർ ലിഫ്റ്റിംഗ് വിട്ടെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഒരു 80-ൽ ഒരു 3 നമ്പർ 3 സെറ്റ് ചെയ്തു. ഞാൻ ഇന്ന് ഇത്ര ചെയ്യുന്നുള്ളൂ. ഞാൻ വളരെ ലൈറ്റായിട്ടാണ് ചെയ്യുന്നത്. പ്രശോഭണ്ണനും വിനീതണ്ണനും ഇന്ന് 100 കിലോയിലായിരുന്നു സെറ്റ്. അത് കണ്ടിട്ട് പ്രിയഞ്ചേട്ടൻ ഇവിടെ 100 കിലോയൊക്കെ എൻ്റെ ഷോൾഡർ പ്രസ് ചെയ്യുന്ന വെയിറ്റാണെന്നും പറഞ്ഞ് പുച്ഛിച്ചുകൊണ്ടവിടെ നിൽപ്പുണ്ടായിരുന്നു, വയറും തള്ളിപ്പിടിച്ച്. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഒരുത്തനോട്ടിരുന്ന് ലെഗ് ചെയ്യുകയാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ആ സ്ക്വാട്ട് ചെയ്യുന്നത് കാണുന്നത്. എൻ്റെ സെക്കൻഡ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഇൻക്ലൈൻ പ്രസ്സാണ്. ഞാനിന്ന് ബാർബെല്ലാണ് ചെയ്യുന്നത്. അതൊരു 70 kgയിൽ 5 reps 3 സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഡിക്ലൈനാണ്, അതും 70 kgയിൽ ഒരു 5 reps 3 സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ നെക്സ്റ്റ് ഷോൾഡർ പ്രസ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കൂടെ പല കോമ്പറ്റീഷനും വന്നിട്ടുണ്ടെങ്കിലും ഗോകുലിൻ്റെ തലയിൽ കയറിയത് ആം റെസ്ലിംഗ് ആണ്. അവനിപ്പോൾ ആം റെസ്ലിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇത് കഴിഞ്ഞ് ഞാൻ നേരെ ചെയ്തത് മെഷീൻ ലാറ്ററൈസ് ആണ്. ഇതൊരു 10 നമ്പർ 3 സെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ട്രൈസെപ്പ് സ്റ്റാർട്ട് ചെയ്തു. സിംഗിൾ ആം പുഷ് ഡൗൺ ആണ് ചെയ്തത്. അത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടപ്പോഴാണ് ദാണ്ട് ഇവിടെ ഐസ്ക്രീം കൊടുക്കാത്ത പേരിൽ അഭിലാഷ് ലിൻഡി എടുത്തിട്ട് അടിക്കുന്നത് ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ എൻ്റെ വർക്കിലോട്ട് പോയി. പിന്നെ ഞാൻ ചെയ്തത് ഡംബൽ സ്കൾ ക്രഷറാണ്. ഇതെൻ്റെ ലാസ്റ്റ് വർക്കൗട്ടാണ്. ഇത് ഞാൻ നേരെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഞാൻ ക്രിയാറ്റിൻ കഴിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കഴിച്ചു. ഇന്നത്തെ ലാസ്റ്റ് മീൽ ഞാൻ എടുത്തില്ല, ഞാനങ്ങ് സ്കിപ്പ് ചെയ്തു. എനിക്ക് വലിയ വിശപ്പില്ലായിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ അമ്മ. ഞാൻ പിന്നെ രാത്രി കുറച്ച് നേരം അമ്മയോട് സംസാരിച്ചിരുന്നു. പിന്നെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ഗൈസ്.